നമസ്കാരം, ഞാൻ ഹരിപ്രസാദ്, SKP അഗ്രഫാം വാണിയംകുളം. നമുക്കിന്ന് ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ടുള്ള മാവിൻ്റെ കൊമ്പുകളാണ് കേട്ടോ. ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് മാവും കൊമ്പുകൾ അയക്കുന്ന രീതി ഇങ്ങനെയാണ്. ഒരു 10-15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ നീളത്തിൽ മാവും കൊമ്പ് കട്ട് ചെയ്യുക, ഇളം പച്ച നിറമുള്ള കൊമ്പുകൾ കട്ട് ചെയ്യുക. എന്നിട്ടത് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ശേഷം നല്ലോണം നനയ്ക്കുക. ന്യൂസ് പേപ്പർ നല്ലോണം നനച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് സീൽ ചെയ്യുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ കെട്ടുക. എന്നിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ട് നമുക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നല്ല ഇനം മാവുകളൊക്കെ ഉണ്ടെങ്കിൽ, റയറായിട്ടുള്ള മാവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ കൊമ്പുകൾ അയച്ചു തരികയാണെങ്കിൽ ഞാനത് ഗ്രാഫ്റ്റ് ചെയ്ത് തൈകളാക്കി ആ വീട്ടുകാർക്ക് തിരിച്ച് അയച്ചു കൊടുക്കുന്നതായിരിക്കും. എൻ്റെ ഫോൺ നമ്പർ 97 44 85 97 26. അദ്ദേഹം അയച്ചത് പല വ്യത്യസ്ത ഇനം മാവുകളാണ് കേട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അതിലൊക്കെ കൃത്യമായിട്ട് ഓരോ ഇനങ്ങൾ പേരൊക്കെ എഴുതി അയച്ചു തന്നിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ കവറിൽ പൊതിയണമെന്നില്ല. ഇത് ഒരുപാട് ഇനങ്ങൾ ഉള്ളത് കൊണ്ട്, ഒരുപാട് ഇനങ്ങൾ വ്യത്യസ്ത ഇനങ്ങളായതുകൊണ്ട് ഓരോന്ന് കവറിൽ പൊതിഞ്ഞ് പേരെഴുതിയിരിക്കുകയാണ്. നമുക്കിങ്ങനെ കൊമ്പുകൾ എടുത്ത ശേഷം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞാൽ മതി. ഈ ലെവലിലുള്ള കൊമ്പുകൾ ഈ ഇങ്ങനെ തളിര് വരാനായിട്ട് തൂമ്പി നിൽക്കുന്ന കൊമ്പുകളാണ് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യം. ഒരു ഇളം പച്ച നിറത്തിലുള്ള ഒരു ലൈറ്റ് ഒരു പച്ച നിറമുള്ള കൊമ്പുകൾ. തീരെ ഇളം പച്ചയാവരുത്, അതാണ് പറഞ്ഞത്. തീരെ ഇളം പച്ചയായാൽ വാടിപ്പോവും. ഒരു പച്ച നിറമായിട്ടുള്ള കൊമ്പുകൾ, അതിനിങ്ങനെ തൂമ്പ് വരാനായിട്ട് ഇങ്ങനെ തൂമ്പി നിൽക്കുന്ന കൊമ്പുകൾ എടുക്കുക, ന്യൂസ് പേപ്പറിൽ പൊതിയുക, നനയ്ക്കുക. ന്യൂസ് പേപ്പർ നനയ്ക്കുക, എന്നിട്ട് ഒരു കവറിലിട്ടിട്ട് സീൽ ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പാകമുള്ള കൊമ്പുകളാണ് അല്ലേ. ഈ തരത്തിലുള്ള കൊമ്പുകൾ ഒരു 15 സെൻറ്റിമീറ്റർ നീളം മതി. മാക്സിമം 20 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. അതിന് 10 സെൻറ്റിമീറ്റർ ആയി പോയാലും കുഴപ്പമൊന്നുമില്ല. ചെറു കൊമ്പുകൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം, ഞാൻ ഹരിപ്രസാദ്, SKP അഗ്രഫാം വാണിയംകുളം. നമുക്കിന്ന് ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ടുള്ള മാവിൻ്റെ കൊമ്പുകളാണ് കേട്ടോ. ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് മാവും കൊമ്പുകൾ അയക്കുന്ന രീതി ഇങ്ങനെയാണ്. ഒരു 10-15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ നീളത്തിൽ മാവും കൊമ്പ് കട്ട് ചെയ്യുക, ഇളം പച്ച നിറമുള്ള കൊമ്പുകൾ കട്ട് ചെയ്യുക. എന്നിട്ടത് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ശേഷം നല്ലോണം നനയ്ക്കുക. ന്യൂസ് പേപ്പർ നല്ലോണം നനച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് സീൽ ചെയ്യുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ കെട്ടുക. എന്നിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ട് നമുക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നല്ല ഇനം മാവുകളൊക്കെ ഉണ്ടെങ്കിൽ, റയറായിട്ടുള്ള മാവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ കൊമ്പുകൾ അയച്ചു തരികയാണെങ്കിൽ ഞാനത് ഗ്രാഫ്റ്റ് ചെയ്ത് തൈകളാക്കി ആ വീട്ടുകാർക്ക് തിരിച്ച് അയച്ചു കൊടുക്കുന്നതായിരിക്കും. എൻ്റെ ഫോൺ നമ്പർ 97 44 85 97 26.